ഞായറാഴ്ച മുതൽ നടന്ന പ്രാർത്ഥനയിൽ സംബന്ധിപ്പാൻ സർവശക്തനായ കർത്താവ് സമയത്തിനെ സ്തോത്രം ചെയ്യുന്നു. ഇത് ഇന്നത്തെ പ്രോഗ്രാം ലീഡിയുന്ന കർത്താവ് വിജയദാസൻ പാസ്റ്റർ ഷാജി ഡാനിയലിനായി, അതുപോലെ തന്നെ കൺവീനറായി സേവനം ചെയ്യുന്ന കർത്താവ് വിജയദാസൻ പാസ്റ്റർ എബ്രഹാം ചാക്കോ അവர்கள், രാജു പിന്നോലി സെക്രട്ടറി ചാക്കോ സ്റ്റീഫൻ, ബാക്കി തുടർന്നായ യൂത്തിൻ്റെ അതേപോലെ ലേഡീസ് കോർഡിനേറ്റർ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. വാസ്തവമായി മാത്യു ശമച്ചാൻ ഞാൻ 1970 എബ്രഹാം ബൈബിൾ കോളേജിൽ കുമ്മനാട്ട് പഠിക്കുമ്പോൾ എന്നെ അച്ഛനാണ് തിയോളജി പഠിപ്പിക്കുവാനിടയായത്. താൻ ക്ഷീണിതനായിരിക്കുന്നെങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചെറുകടച്ച് കയറും, ബുദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. ദൈവത്തിന് സുഖത്തോളം ആരോഗ്യത്തിൽ ദൈവം അദ്ദേഹത്തിന് ആരോഗ്യം കൊടുക്കുവാൻ ഇന്ന് നമ്മുടെ മധ്യത്തിൽ ദൈവത്തിനുവേണ്ടി സാക്ഷിയെ തീരുവാനിടയായല്ലോ. അതുപോലെ കർത്താവിൻ്റെ വലിയ ദാസന്മാർ ധാരാളമായിട്ട് ഇവിടുത്തെ റീജൻ ഭാരവാഹികൾ, അതുപോലെ കൗൺസിൽ മെമ്പേഴ്സ് എല്ലാം ഓർത്തവരെല്ലാവരുടെയും പേരുകൾ എനിക്ക് പറയാൻ താല്പര്യമുണ്ടെങ്കിലും സമയക്കുറവുണ്ട്, ഞാൻ പറയുന്നില്ല. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എന്നോടൊത്ത് വലിയ ശുശ്രൂഷയിലായിരിക്കുന്ന നമ്മുടെ ജോയിന്റ് സെക്രട്ടറി പാസ്റ്റർ സാം ജോർജ് അവരോട് ഓർത്ത് കഴിഞ്ഞ ദിവസം ദൈവത്തിന് പ്രഘോഷിക്കായ പാസ്റ്റർ ടി ഡി ബാബു, വിശേഷാൽ പഞ്ചാബ് റീജിയൻ്റെ പ്രസിഡന്റായി സേവനം ചെയ്യുന്ന പാസ്റ്റർ വത്സൻ അബ്രഹാം, ദീർഘനാളുകൾ ഒന്നിച്ച് പഞ്ചാബിൽ സേവനം ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. പാസ്റ്റർ വിൽസൺ ജോസഫ് തുടങ്ങിയ, അതുപോലെ നാട്ടിൽ നിന്ന് വന്നായ കർത്താവിൻ്റെ വലിയ ദാസന്മാർ. കഴിഞ്ഞ ദിവസം ഞാൻ പലരോട് സംസാരിച്ചപ്പോൾ വിളിച്ചാൽ പറഞ്ഞു, ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് വല്ല ബന്ധുക്കളോ ചർച്ച ചെയ്യപ്പെട്ടവരോ ആരെങ്കിലും ഉണ്ടോ? ഒന്നും ചില പറഞ്ഞേക്ക് ആരുമില്ല എന്ന് പറഞ്ഞു. 51 വാക്യം ആത്മാവസ്ഥയോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2ാം മരണത്താൽ ദോഷം വരികയില്ല. സ്തോത്രം. ജയിക്കുന്നവന് 2ാം മരണത്താൽ ദോഷം വരികയില്ല. വലിയ നിത്യമായ മരണം ആ നിത്യ നരകത്തിലേക്ക് പോകാൻ വന്നു. ജയിക്കുന്ന ദൈവത്തിനെ ദൈവം അവൻ അത്ഭുതകരമായി വിടുവിച്ച് തൻ്റെ കൃപയിൽ അത് തേജസ്സുള്ളവരായി അവൻ്റെ വരവെങ്കിൽ നാം കർത്താവിനോട് ആയിരിക്കുന്ന ദിവസത്തിന് വേണ്ടി നാം കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ജയാളികളായി നാം തീരുവാൻ തക്കണം യഥാർത്ഥമായി പ്രാർത്ഥിച്ച് മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, പരീക്ഷയിൽ പൊന്നുപോലെ പുറത്തു വരും. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കുന്നയോ പറഞ്ഞ പോലെ പരീക്ഷകളിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി തീർച്ചയായും മുന്നേറിയാൽ പൊന്നുപോലെ പുറത്തു വരുമെന്ന് വിശ്വസിക്കുന്നവർ ഒന്നുറക്കെ സ്തോത്രം ചെയ്യുവാൻ പറ്റും. കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ദൈവത്തിലെ അന്യനല്ല, യുവന്റെ സ്വന്തം കാണാൽ അവനെ കാണും. അവനെ നാം മുഖാമുഖമായി കാണുന്ന ദിനങ്ങൾ ഏറ്റവും അവസരമാണ്. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ദിവസങ്ങളിൽ പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും വാതിക്കലായിരിക്കുകയാണ്. എന്നർത്ഥ സംഭവങ്ങൾ, ലോകത്തിൽ തെറ്റിപ്പിക്കുന്ന സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നത് നമ്മുടെ കർത്താവ് വേഗം വരുവാൻ പോവുകയാണ്. ആകയാൽ ഉറപ്പുള്ളവരായി കർത്താവിൻ്റെ പേരയിൽ ശക്തിയോടെ മുന്നേറുവാൻ ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവവചനത്തിൽ നമ്മൾ യഥാർത്ഥമായി ഉറച്ചു നിന്നുകൊണ്ട് ആത്മാവിൽ അനുസരിച്ച് നടക്കുന്നതിന് നമുക്ക് ജയകരമായ ഒരു ജീവിതം നയിപ്പാൻ കഴിയും. കഷ്ടതകളിൽ നമുക്ക് ദൈവത്തെ കഷ്ടതകളിൽ നാം സന്തോഷിക്കുന്നവരായിരിക്കട്ടെ. ലോകത്തെ സ്നേഹിക്കാത്തവർ ജയിക്കുന്നവരാരാണ്? ലോകത്തെ സ്നേഹിക്കാത്ത, ലോകത്തെയും ലോകത്തിലുള്ളത് ഒന്നിനെ സ്നേഹിക്കരുത്. ക്രിസ്തു നിമിത്തം ചേരുമെന്ന് എണ്ണുന്നവർ, ക്ഷമിക്കുന്നവർ, സ്നേഹിക്കുന്നവർ, പരീക്ഷയെ സഹിക്കുന്നവർ, സമ്പത്തിലൂടെ അപകാരം സന്തോഷത്തോടെ സഹിക്കുന്നവർ, കേസ് കൊടുക്കാത്തവർ, സകലവും സൂക്ഷിച്ചവരുടെ വ്യാപ്തിക്കായി വലിച്ചെറിയുന്നവർ. സ്തോത്രം. ത്യാഗികൾ, പ്രാർത്ഥിക്കുന്നവർ, ഉപവസിക്കുന്നവർ, ഇടപെടാതെ സ്തോത്രത്തെ ജാഗരിക്കുന്നവർ, ആത്മാവിൽ ശക്തി സംഭരിക്കുന്നവർ. സ്തോത്രം നമുക്ക് സ്തോത്രം ചെയ്യാം. ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, ഇടപെടാതെ സ്തോത്രത്തിൽ ജാഗരിക്കണം. ശത്രുവോട് എതിർക്കുവാൻ ബലം തരുന്ന ദൈവത്തിന്റെ കൃപകൾക്കായി നാം ദൈവത്തെ സ്തോത്രം ചെയ്യാം. ആത്മാവിൽ ശക്തി സംഭരിച്ചവരായി നമ്മുടെ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് പോയാൽ ദൈവം നമ്മെ ശക്തിയോടെ ഉപയോഗിക്കുന്ന ദൈവമാണ്. എന്നെ ഏറ്റവും സന്തോഷിയായ ഒരു ദൈവത്തെ പ്രസാദിപ്പിച്ചതായ രാജാക്കന്മാർ ഒരു രാജാവാണ് എസക്കിയാ രാജാവ്. അദ്ദേഹം ദൈവത്തെ പ്രസാദിപ്പിച്ചു. 2ാമത്തെ ആലയത്തിന്റെ വാതിലുകൾ, അവൻ അടഞ്ഞു കിടന്ന വാതിലുകൾ തുറന്നു. 3ാമത് അദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹം ആലയത്തെ ശുദ്ധീകരിച്ചു. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഈ പരിശുദ്ധാത്മ, ഈ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആലയമാകുന്ന വൃത്തത്തിൽ 3ാമനായ പരിശുദ്ധാത്മാവെ ഈ ആലയത്തിൽ വന്നതിനായി നമ്മുടെ കരങ്ങളിൽ ഉറക്ക സ്വാതന്ത്ര്യം ചെയ്യുവാൻ. അടുത്ത നമ്മൾ
അവിടെ വായിക്കുമ്പോൾ അവൻ പാട്ട് പാടുവാൻ തുടങ്ങി. ഞാൻ ബുദ്ധി കൊണ്ട് പാടും, ആത്മാവ് കൊണ്ട് പാടും. പാടുവാൻ കഴിയുമോ? ശാന്തമായിരിക്കാതെ ആത്മാവ് നിറഞ്ഞ് പാടി ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സന്തോഷത്തോടെ അവർ സ്തോത്രം ചെയ്തു. എല്ലാത്തിനും സ്തോത്രം ചെയ്യുന്ന ദൈവത്തിന്റെ വചനം. അടുത്ത താഴെ വായിക്കുമ്പോൾ ആരാധന യഥാസ്ഥാനത്തായി ഹോമയാകവും പാനീയയാകവുമായി അനേക യാഗങ്ങൾ അവിടെ അർപ്പിക്കുവാനിടയായി. സകല ജനവും രാജാവും സന്തോഷിച്ചു. സന്തോഷമില്ലാത്ത ജനത്തിന്റെ മധ്യത്തിൽ വലിയൊരു സന്തോഷം വന്നേ. സ്തോത്രം. ഈ 2014 ഇവിടെ നടക്കുന്നതായ ഈ കോൺഫറൻസിൽ സന്തോഷം തരുന്ന ദൈവത്തിനായി ഒന്നുറക്ക സ്തോത്രം ചെയ്യാം. സന്തോഷത്തോടെ, ദുഃഖത്തോടല്ല, നാനാഭാവത്തോടല്ല, സന്തോഷത്തോടെ അറ്റവരുടേതായി മടങ്ങിപ്പോവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്. ദൈവപ്രവർത്തിക്ക് ഒറ്റ സെക്കൻഡ് മതി. മനുഷ്യരാൽ അസാധ്യമെങ്കിലും കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്. നിന്റെ വിഷയത്തിന് ക്ഷണത്തിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിനായി വർഷങ്ങൾ എടുത്തേക്കാം. എല്ലാം ക്ഷണത്തിലല്ലോ കാര്യം സാധിക്കുന്നത്. അവർ തങ്ങളെ തന്നെ താഴ്ത്തിയ ദൈവത്തിനെ ഉയർത്തും. ഐക്യബദ്ധം നൽകുവാൻ തക്കണം ദൈവത്തിന്റെ കൈ വ്യാപരിച്ചു. ഏകഗതിയും ഏക മനസ്സുള്ളവരായി. സ്തോത്രം. ഐക്യമത്യം തരുന്ന ദൈവമാണ്. സ്തോത്രം, 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 സ്തോത്രം. നമ്മളെ യൂണിറ്റ് ചെയ്യുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. പ്രാർത്ഥന കേട്ട് ജനത്തിൽ സൗഖ്യമുണ്ടായി. ഇന്നിവിടെ ആരാധിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താണെന്ന് അറിയാമോ? ബന്ധനങ്ങൾ അഴിയുന്നു, കെട്ടുകൾ പൊട്ടുന്നു, രോഗികൾ സൗഖ്യമാകുന്നു. കാലത്തെ സൗഖ്യം ഉണ്ടായതുപോലെ ദൈവം നമ്മെ അത്ഭുതമായി സൗഖ്യമാക്കുമെന്ന് വിശ്വസിക്കുന്നവർ വായിക്കുമ്പോൾ ദശാംശം അനവധിയായി കൊണ്ടുവന്നു. ദൈവത്തെ ജയാളിയായി തീർന്ന രാജാവിന്റെ മുമ്പിൽ ദശാംശത്തിന് കൂമ്പാരം തരികയാണ്. ധാന്യം, വീഞ്ഞ്, എണ്ണ, തേന്, വിളവ് അനവധിയായി കാളകൾ, ആടുമാടുകൾ കൊണ്ടുവന്നു. ഞാൻ കുമ്മനാട്ടിൽ 40 ദിവസത്തെ വാസപ്രാർത്ഥന കണ്ടത് കാറ്, ബൈക്ക്, എണ്ണ, സ്തോത്രം, റബ്ബറ്, കപ്പ, സാരി, വാച്ച് എല്ലാം വന്നു. ജനം കൊണ്ട് വലിച്ചറിഞ്ഞു. കോടിക്കണി രൂപ അവിടെ ഉണർവുണ്ടായപ്പോൾ ദൈവം തരുവാനിടയായി. സ്തോത്രാഴ്ച കൂടാതെയും അത്ഭുതം പ്രവർത്തിപ്പാൻ കഴിയുന്ന ദൈവത്തിനായി കരപൂട്ടുന്നവരുടെ സ്തോത്രം. യഥാർത്ഥമായ ഉണർവ് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ലോകത്തെ ചപ്പൽ ചവറിൽ നിന്നവരെ എല്ലാം വലിച്ചെറിവാനിടയാം. അവർക്ക് എല്ലാം പൊതുവകയാകാനിടയാം. സ്തോത്രം. ദശാംശത്തിന്റെ കൂമ്പാരങ്ങളെ കണ്ടപ്പോൾ ദൈവത്തെ വാഴ്ത്തി. ദൈവം നമ്മളെ ആത്മീയമായിട്ടും മാത്രമല്ല ഭൗതികമായി അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കുന്നവർ അവൻ നിന്നെ ഭൗതികമായി അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നിന്നെ തൃപ്തി ആയി വളരെ സൃഷ്ടിക്കുന്നു. വലിയവർക്കും ചെറിയവർക്കും കൊടുത്തു. പാവപ്പെട്ടവരെയും കൈവിടാത്ത ദൈവം, ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കുന്നവൻ ഉന്നതനായി തീർന്നു. സകല പ്രവർത്തികളും ഇതിനും പിതാവിനായി. മരണസമയത്ത് എല്ലാവരും അവനെ ബഹുമാനിച്ചു. സ്തോത്രം. ജയാളിയായ ഹിസ്കിയാ രാജാവിനെ ജനം ബഹുമാനിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവമേ, നാം കർത്താവിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ നമ്മെ തീർച്ചയായും ദൈവം വാലെല്ലാം തലയാക്കുന്ന ദൈവമാണ്. അവൻ ഉയർച്ച തരുന്ന ദൈവമാകിയാൽ ദൈവത്തിനവർക്ക് സ്തോത്രം ചെയ്യും. മക്കദോനിയ സഭകൾക്ക് അവർക്ക് ലഭിച്ച കൃപയെന്നറിയാം. കഷ്ടത എന്ന കഠിന ശോധനയും മഹാദാരിദ്ര്യത്തിലും ധാരാളം ഔദാര്യം കാണിപ്പാൻ അവർക്ക് കൃപ. ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. കൊടുപ്പി എന്നാൽ കിട്ടും. സ്തോത്രം. ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ. എൻ്റെ മുമ്പിൽ ഇനി അവശേഷിച്ചിരിക്കുന്നത് 1 വർഷം 5 മാസമാണ്. എന്നാൽ ചില കാര്യം നടക്കുമെന്ന് ഞാൻ പരിപൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവം സാധിച്ചു. ഒന്നാമത്, ഇന്നത്തെ നമ്മുടെ ഇലക്ഷൻ സമ്പ്രദായം ഇതിൻ്റെ രീതി മാറും. സ്തോത്രം. ദൈവം തന്റെ ജനത്തെ യഥാർത്ഥമായി കടാക്ഷിക്കുമെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എത്ര പേര് അത് വിശ്വസിക്കുന്നു? ദൈവം നമ്മുടെ പ്രസ്ഥാനത്തെ അനുഗ്രഹിക്കും, എല്ലാ രീതിയിലും അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഒരു പ്രാവശ്യം കൂടെ കരവെന്ന് ഉറക്കെ സ്തോത്രം ചെയ്യട്ടെ. അവൻ ഭൂതങ്ങളുടെ ദൈവം. എൻ്റെ ഒരു പ്രാർത്ഥനയാണ്, ദൈവമേ ഒരു 300 ഇതുവരെ കൂടെ 300 പേർ നിന്ന പോലെ കർത്താവേ ഒരു 300 പേരെ വിശ്വാസ വീരന്മാരെ
എന്നാൽ ഉമ്മനാടല്ല, ഇന്ത്യ മുഴുവൻ നമുക്ക് നേടുവാൻ കഴിയും, ലോകത്തെ നേടുവാൻ കഴിയും. ആത്മാനന്തരമുള്ളവരെ, ദർശനമുള്ളവരെ, ഹല്ലേലൂയ, സ്വന്തമായി ഒന്നും കാണാത്ത അപ്പോസ്തലന്മാരെ പോലെ ഹല്ലേലൂയ സകല പുതുമതയെ എണ്ണിക്കൊണ്ടുണ്ടായി ഉമ്മനാടല്ല ലോകം നേടുവാൻ കഴിവെന്ന് വിശ്വസിക്കുന്നവർ കാലവർച്ചവർക്ക് സ്തോത്രം ചെയ്യാം. സഭയെ ആത്മീയമായിട്ട് ഭൗതികമായിട്ട് അനുഗ്രഹിക്കട്ടെ. സഭയെ വഹിക്കുന്ന കർത്തദാസന്മാർക്ക് നന്ദി. ഗോഡ് ബ്ലെസ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ. കാലങ്ങളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്താലല്ല, കാലത്തിനുവെങ്കിൽ ഗോൽഗോഥാ മരമുകളിൽ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടിന്റെ നിസ്തുല്യമായ രക്തത്താൽ എന്നേക്കുള്ള പാപമോചനം സദാകാലത്തേക്കുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചതുകൊണ്ട് നന്ദിയുള്ളവരാൽ ദൈവത്തിന് നമുക്ക് പക്ഷേ അർപ്പിക്കാം. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. പാനപാത്രത്തിനായും നമുക്ക് ദൈവത്തെ വാഴ്ത്താം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിപൂർവ്വം അടിയങ്ങൾ പൊന്നുനാമത്തെ പിന്നെയും വാഴ്ത്തുന്നു. അവിടുത്തെ Hallelujah.